ഹലോ. അപ്പം ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. അതായത് ആഗസ്റ്റ് 5-ാം തീയതി രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഈ മഴയെന്ന് പറഞ്ഞ് കിടന്നാൽ നമ്മൾ കോളേജിൽ കറക്റ്റ് ടൈമിലൊന്നും എത്തത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ നനഞ്ഞ് കുളിച്ചൊരു അവിയൽ പരുവത്തിലായിരുന്നു കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പാൻ്റാണെങ്കിൽ മുട്ടിൻ്റെ താഴോട്ട് ഫുള്ള് നനഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കെന്താ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് ആയിരുന്നതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലല്ലായിരുന്നു, ലാബിലായിരുന്നു നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പം പോകുന്ന വഴിക്ക് എല്ലാവരും 1, 2, 3 കുടയിലൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നനയാനുള്ളത് മുഴുവൻ തന്നെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കുടയൊക്കെ പുറത്തിരിക്കുന്ന കാണുമ്പോൾ അറിയാമല്ലോ എന്തുമാത്രം എല്ലാവരും നനഞ്ഞ് കുളിച്ചാൽ വന്നതെന്ന്. നനഞ്ഞ് കുളിച്ച് വരുന്ന വിഷ്വൽസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഈ കുടയിൽ നിന്നൊക്കെ വെള്ളം വീണിട്ട് നമ്മുടെ നിലം ഫുള്ളിങ്ങനെ വെള്ളമായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ചിലവർ ബുദ്ധിയുള്ളവർ കോട്ടും കൊണ്ട് കയറി വന്നു. അപ്പം അങ്ങനെയാണ് കോട്ടാണെങ്കിലും നനയും. മുട്ടിൻ്റെ താഴോട്ടുള്ളവിടെ എല്ലാം നമുക്കറിയാമല്ലോ കോട്ടിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ്. താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് നല്ല വൃത്തിക്ക് നനഞ്ഞു കിട്ടും. അങ്ങനെ നമ്മൾ ക്ലാസ്സിൻ്റെ അതായത് മേളിലോട്ട് കയറും തോറും കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഈ ലാബിൽ വന്നിട്ടേ ഇല്ലായിരുന്നു. അപ്പം ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ള വിഷ്വൽസൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ മഴ കാണാനല്ലെങ്കിലും നല്ല രസമാണല്ലോ, കൊള്ളാൻ അത്ര രസമില്ലെങ്കിലും. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വന്ന് നനഞ്ഞ് ക്ലാസ് റൂമൊക്കെ തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. എല്ലാവരും നനഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഫാനോട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തണുത്തൊരു ഒരുമാതിരി ഒരു ഇതാവും. എന്നാലും ഫാൻ ഇല്ലാണ്ട് ഇരിക്കാൻ വയ്യാത്ത ഈ അന്റാർട്ടിക്കയിൽ ജനിച്ച കുറേ പേരും ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ ഈ കുറച്ച് നേരം ഞാൻ ഈ മഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ക്ലാസ് തുറന്നു കിട്ടാൻ ഇനിയും സമയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് കഴിഞ്ഞ് ഞാൻ മഴയൊക്കെ ആസ്വദിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും